പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു, ഒരു ചായയൊക്കെ കുടിച്ച് പഠിക്കാനുള്ള സെറ്റപ്പിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് PSCയിലേക്ക് പുതിയതായിട്ട് കുറേ ആൾക്കാർ പഠിക്കാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ പഠനം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ട PSCയുമായി ബന്ധപ്പെട്ട കുറച്ച് യാഥാർത്ഥ്യങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, അടുത്ത വർഷത്തെ LDCയിലേക്ക് അപ്ലിക്കേഷൻ അപ്കമിങ് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് തന്നെ വരും. മിക്കവാറും അടുത്ത വർഷം തന്നെ എക്സാം ഉണ്ടാവും. ഈ വർഷം ലാസ്റ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ടെക്നിക്കൽ കേഡറിലേക്കും എക്സാമുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത വർഷം നല്ലൊരു രീതിയിലുള്ള മികച്ച രീതിയിലുള്ള എക്സാം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് PSCയിലേക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്ന് PSCയുടെ എക്സാമും അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സും, രണ്ടാമത്തത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഹൗ ടു സ്റ്റഡി, എന്തൊക്കെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടന്റ് ആയിട്ടുള്ള PSC എക്സാം അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സാണ് സംസാരിക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് നമുക്ക് രണ്ട് രീതിയിലുള്ള എക്സാമുകളാണുള്ളത്. ഒന്നാമത്തത് ടെക്നിക്കൽ ആയിട്ടുള്ള എക്സാം അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ രീതിയിലുള്ള എക്സാം. നോൺ ടെക്നിക്കൽ നമുക്ക് സാധാരണ 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവലുള്ള എക്സാമുകളൊക്കെ അതിൽ വരും. അതിൽ നമുക്ക് LDC പോലെയുള്ള LGC പോലെയുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് തുടങ്ങിയ ടൈപ്പിലുള്ള എക്സാമുകളൊക്കെയാണ് അതിൽ വരുന്നത്. രണ്ടാമത്തത് വരുന്നത് ടെക്നിക്കൽ കേഡറിലേക്കുള്ള എക്സാമുകളാണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് വരും. അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, വാട്ടർ അതോറിറ്റിയിലേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഡിപ്ലോമ, ITI, BTech, MTech തുടങ്ങിയ ടെക്നിക്കൽ കേഡറിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിലും എക്സാം എഴുതാം. പിന്നെ അടുത്തത് വരുന്നത് രണ്ട് രീതിയിലുള്ള സെലക്ഷൻ പ്രോസസ്സാണ് PSCയിൽ നിലവിലുള്ളത്. ഒന്ന് സ്റ്റേറ്റ് വൈഡ് സെലക്ഷൻ പ്രോസസ്സും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് സെലക്ഷൻ പ്രോസസ്സും. അതിൽ നമുക്ക് സ്റ്റേറ്റ് വൈഡ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് അതിൻ്റെ മുഴുവൻ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സും തിരുവനന്തപുരം പട്ടത്തുള്ള PSCയുടെ മെയിൻ ഓഫീസുമായി ബന്ധപ്പെട്ടായിരിക്കും അതിൻ്റെ എല്ലാ കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ സാധാരണ നമ്മളെ ജില്ലയിലല്ല, ഓരോ ജില്ലയിലും 14 ജില്ലയിലും PSC ഓഫീസുണ്ട്. ആ PSC ഓഫീസുമായി ബന്ധപ്പെട്ട് ജില്ലാ തലത്തിൽ ഡിസ്ട്രിക്ട് വൈസ് തരത്തിലുള്ള എക്സാമുകളൊക്കെ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നുമായിരിക്കും അതിൻ്റെ ബാക്കിയുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സും ഇൻ്റർവ്യൂ കാര്യങ്ങളുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഭാഗമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ LGS, ഓരോ ഡിസ്ട്രിക്റ്റിലേക്കാണ് LGS വരുന്നത്. ഡ്രൈവർ തസ്തികയിലേക്കുള്ള പോസ്റ്റുകൾ, അതുപോലെ തന്നെ LDC തുടങ്ങിയ എക്സാമ്പിൾ പല കാര്യങ്ങളൊക്കെ അങ്ങനെ വരും. അതൊക്കെ എന്താണ്, ജില്ലാ തലത്തിലേക്കുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ജില്ലയുടെ കേന്ദ്രത്തിൽ മാത്രം പോയാൽ മതി. പക്ഷേ അതിൽ നമുക്ക് സ്റ്റേറ്റ് വൈഡ് സെലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ബാക്കിയുള്ള വെരിഫിക്കേഷൻ പ്രോസസ്സിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ തിരുവനന്തപുരത്തുള്ള സംസ്ഥാന തലത്തിലുള്ള കേന്ദ്രത്തിലേക്ക് തന്നെ, പട്ടത്തുള്ള ഓഫീസിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു 2 വർഷം ഇതിലേക്ക് മുടക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇതൊരു നീണ്ട രീതിയിലുള്ള ഒരു പ്രോസസ്സാണ്. കാരണം 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തുന്ന രീതിയിലുള്ളൊരു സംവിധാനമല്ല നിലവിൽ PSCയിലുള്ളത്. അതിന് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം PSC ഒരു നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്യും. നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഡേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു 5-6 മാസം കഴിഞ്ഞ് അതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വരും. എക്സാം എഴുതി കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിയുമ്പോൾ, ഈ 3-4 മാസം കഴിയുന്ന സമയത്ത് നമുക്ക് അതിൽ അവരൊരു കട്ട് ഓഫ് പറഞ്ഞിട്ടുണ്ടാകും. ആ കട്ട് ഓഫിലുള്ള ആൾക്കാരോടൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പേഴ്സണലായിട്ട് നമുക്ക് പ്രൊഫൈലിലും നമ്മളെ ഫോണിലേക്കും മെസ്സേജ് വരും. തുടർന്ന് അത് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഡേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ലിസ്റ്റ് വരും. ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉള്ള പോസ്റ്റുകളിലേക്ക്, സാധാരണ LDC പോലെയുള്ള പോസ്റ്റുകളിലേക്ക് ഇൻ്റർവ്യൂ നിലവിലില്ല. അപ്പോൾ അവർക്ക് ആ ഒരു സ്റ്റെപ്പ് അവർക്ക് കുറവായിരിക്കും. അത് ഉള്ള പോസ്റ്റുകളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കൂടി ഉണ്ടായിരിക്കും. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം ആണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം അഡ്വൈസ് മെമ്മോ ആണ് നമുക്ക് വരുന്നത്. നമ്മളൊരു മികച്ച റാങ്കിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചാൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് എന്ത് ചെയ്യും, ഒരു അഡ്വൈസ് മെമ്മോ വരും. അഡ്വൈസ് മെമ്മോ വന്നത് കൊണ്ട് മാത്രം നമ്മൾ സർക്കാർ സർവീസിൽ കയറുന്നില്ല. അഡ്വൈസ് മെമ്മോ ഉദാഹരണം നമ്മളിപ്പോൾ ഒരു PWD അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയിലേക്കാണ്, വാട്ടർ അതോറിറ്റിയിലേക്ക് നമുക്കൊരു LDC കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒരു അഡ്വൈസ് മെമ്മോ അയക്കുന്നതോടൊപ്പം തന്നെ PSC ഓഫീസിൽ നിന്നും, ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നേരെ വാട്ടർ അതോറിറ്റിയിലേക്ക് ഒരു ലെറ്റർ അയക്കും. അപ്പോൾ
ആ ലെറ്റർ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർ നമുക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ ആയിട്ട് ഒരു ലെറ്റർ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ കയ്യിൽ 2 ലെറ്റർ ഉള്ളത്. ഒന്ന് PSC അയച്ച അഡ്വൈസ് മെമ്മോ, അതുപോലെ തന്നെ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന അപ്പോയിൻമെന്റ് ലെറ്റർ. അപ്പോൾ ഈ 2 ലെറ്ററുമായി ബന്ധപ്പെട്ട ഒറിജിനൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന സമയത്ത് ആ ഓഫീസിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഓഫീസിൽ പോയി അവിടുത്തെ രജിസ്റ്ററിൽ സൈൻ ചെയ്യുന്ന ആ ഒരു നിമിഷം മുതൽ മാത്രമാണ് നമ്മളൊരു ഗവൺമെൻറ് സർവൻ്റ് ആകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു എക്സാമിന് കോൾ ഫോർ ചെയ്തു, അത് എക്സാം റിട്ടേൺ ടെസ്റ്റ് എഴുതി, ഇൻ്റർവ്യൂ, അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്, ഷോർട്ട് ലിസ്റ്റ്, ഇൻ്റർവ്യൂ, റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ഇത്രയും സമയം, ഇത് മിനിമം ഒരു 2 വർഷം നിങ്ങൾ കണക്കാക്കണം. ചിലത് അതിന് മുന്നേ വരാം, അതൊക്കെ വളരെ വളരെ വിരളമായ ചുരുക്കമാണ്. പക്ഷേ ഈ ഒരു 2 വർഷം നിങ്ങൾ, ഇത് ചിലപ്പോൾ 2ൻ്റെ മുകളിൽ പോകട്ടോ, ഞാൻ എക്സാമ്പിൾ ഒരു ഡ്യൂറേഷൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇത്രയും സമയം നിങ്ങൾക്ക് മുടക്കാനുണ്ടെങ്കിൽ മാത്രമേ ക്ഷമ എന്ന സംഭവം PSCയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇതുമായി മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. അടുത്ത് നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത് എന്നാണ് അതിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യം. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് 10th മാർക്ക് കുറവാണ്, +2 മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ ഡിഗ്രിയിൽ മാർക്ക് കുറവാണ്, അതൊന്നും PSCയെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. ആ ഒരു മാർക്കും ഈ ഒരു മാർക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ കൃത്യമായി ഒരു ടൈം ടേബിളിൽ സിലബസ് വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇത് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം. അല്ലാതെ ഇത് ഡിസ്റ്റിങ്ഷനുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ, ഫുൾ A+ കിട്ടിയ ആൾക്കാർക്ക് PSC പറ്റുള്ളൂ എന്ന ഒരു സംഭവം ഇതിലില്ല. നിങ്ങൾക്ക് മാർക്ക് ഇതിലെ ഒരു ബാധകമല്ല. നിങ്ങൾ കൃത്യമായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എക്സാം, ഏത് എക്സാമാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട സിലബസ് ആദ്യം പ്രിൻ്റ് എടുത്ത് വെക്കുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ആ സിലബസ് വെച്ച് നമ്മൾ ആ സിലബസ് കൃത്യമായി ഒരു 5-10 പ്രാവശ്യം വായിച്ചു നോക്കി അതിലുള്ള കണ്ടന്റ് എന്താണ് എന്നൊരു വ്യക്തത വരുത്തിയ ശേഷം നമ്മളൊരു റാങ്ക് ഫയൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെയിൻ വിഷയം. അതുമായി ബന്ധപ്പെട്ട് വേറൊരു വിഷയം എന്നുള്ളത്, ഇപ്പോൾ നിലവിലുള്ള എക്സാമിൻ്റെ മാറ്റങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ SCRTയുടെ പാഠപുസ്തകത്തിൽ നിന്നുള്ള പല ക്വസ്റ്റ്യൻസും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റാങ്ക് ഫയൽ ഒന്ന് സെലക്ട് ചെയ്യുക. റാങ്ക് ഫയൽ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബെറ്റർ ആയിട്ട് ഒന്നുകിൽ നിങ്ങൾ നല്ലൊരു ഷോപ്പിൽ പോകുക, ഒരു വലിയ ഷോപ്പിൽ പോവുക, ഷോപ്പിൽ പോയിട്ട് കുറേ റാങ്ക് ഫയലുള്ള ഷോപ്പിൽ പോയിട്ട് ഈ റാങ്ക് ഫയൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി ഇതിന് ഇൻഡെക്സിലുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. കാരണം ഇന്നാളൊരു റാങ്ക് ഫയൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ഇതുമായി ബന്ധപ്പെട്ട സെലക്ഷൻ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാനിപ്പോൾ നോക്കുന്നത് എൻ്റെ കയ്യിൽ പഴയൊരു LDCയുടെ റാങ്ക് ഫയലിന്, പക്ഷേ ആ റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ അതിൽ SCRT ഇപ്പോൾ പുതുതായിട്ട് വന്ന കുറേ കാര്യങ്ങൾ അതിലില്ല. പക്ഷേ അതും നോക്കണം, ഇതാണ് ആ റാങ്ക് ഫയലുള്ളത്. അപ്പോൾ ഇതും നോക്കണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, SCRTയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള റാങ്ക് ഫയൽ നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ SCRT ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റാങ്ക് ഫയലും മാർക്കറ്റിലുണ്ട്. കാരണം ഇത് 1, 2, 3 എന്നല്ല, ഇഷ്ടം പോലെ റാങ്ക് ഫയലുകൾ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പോയി ചൂസ് ചെയ്ത്, കാരണം ഈ ഒരു സിലബസ് ഞാൻ അതാണ് ഫസ്റ്റ് പറഞ്ഞത്, ഈ സിലബസ് എന്ന് പറഞ്ഞ സാധനം ഒരു 5-10 പ്രാവശ്യം വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ, ധാരണ മനസ്സിൽ വരും. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റാങ്ക് ഫയൽ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പോകുന്നെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന റാങ്ക് ഫയൽ ഏതാണ്, ഏറ്റവും ബെറ്റർ ഏതാണെന്ന് ഒരു സജഷൻ കിട്ടും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നല്ലൊരു റാങ്ക് ഫയലിലേക്ക് എത്തിപ്പെടുക. അതിനുശേഷം നമ്മൾ നിർബന്ധമായിട്ട് ഓരോരുത്തരും പഠിക്കുന്ന ഓരോ രീതിയിലാണ്. ഇപ്പം ഞാൻ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പഠിക്കുന്ന ഒരാളാണ്. അത് ഉപകാരപ്രദമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉപകാരപ്രദമാണ്. കാരണം എനിക്കത് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു പ്രശ്നമാണ്, അത് കറക്റ്റ് നമുക്കൊരു മെമ്മറി കിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ച് അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഈ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. മാക്സിമം പ്രീവിയസ് ഇയറിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു പഠിച്ചൊരു ലെവലായി കഴിഞ്ഞാൽ നമുക്ക് OMR ഷീറ്റിൻ്റെ ഒരു മാതൃക നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അത് നമ്മൾ നെറ്റിൽ നിന്ന് ഗൂഗിൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത ശേഷം അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് അറിയാലോ, എക്സാമിൻ്റെ ടൈം 1.5 മണിക്കൂറാണ്. അപ്പോൾ ആ ഒരു സമയം കൃത്യമായി എങ്ങനെയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു 100 മാർക്കിൻ്റെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണയായിട്ട് 100 മാർക്കിൻ്റെ OMR ഓഫ്ലൈൻ എക്സാമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ലിമിറ്റഡ് കാൻഡിഡേറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം ആയിരിക്കും സിസ്റ്റത്തിൽ PSCയുടെ ഓഫീസിൽ അല്ലെങ്കിൽ PSC നിയമിച്ചിട്ടുള്ള കോളേജുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ കേന്ദ്രങ്ങളിലായിരിക്കും എക്സാമുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു 300 രൂപ മുടക്കാനുണ്ടെങ്കിൽ PSC ബുള്ളറ്റിൻ അതൊരു നല്ല ഡിവൈസാണ്. കാരണം PSCയുടെ ഒഫീഷ്യൽ പ്രസിദ്ധീകരണമാണ്. അത് ഞാൻ ഓൾറെഡി മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് PSCയുടെ ഒരു ബുള്ളറ്റിൻ സബ്സ്ക്രിപ്ഷൻ കാണാം. അത് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഒരു 300 രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു 12 മാസത്തേക്ക് നമ്മളെ വീട്ടിലേക്ക്, ഒരു വർഷത്തേക്ക് നമുക്ക് നമ്മളെ വീട്ടിലേക്ക് കൃത്യമായിട്ട് ഒരു മാസം 2 പ്രസിദ്ധീകരണമാണ്. അത് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള കണ്ടൻറ്റാണ് അതിന് വരുന്നത്. അപ്പോൾ അത് താല്പര്യമുള്ള ആൾക്കാർ അത് മുന്നേ ഉള്ളതൊന്ന് കളക്ട് ചെയ്ത് നോക്കിയിട്ട് അത് വാങ്ങാൻ ശ്രമിക്കാം. അപ്പോൾ മെയിനായിട്ടുള്ള വിഷയം നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ഇതിൽ ക്ഷമയോടുകൂടി നിലനിൽക്കാൻ പറ്റുക എന്നതാണ് മെയിനായിട്ടുള്ളൊരു വിഷയം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും നമുക്ക് കംഫർട്ടായി തോന്നുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ തുടരാൻ കഴിയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഇറക്കുന്ന ടൈമും വേസ്റ്റാണ്, ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷും ഒരു ഇതായിപ്പോകും. അപ്പോൾ ഇത് ആർക്കും ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് അതിൽ വേറൊരു കാര്യം. ഇത് കൃത്യമായി സമയം പാലിച്ച് ബാക്കിയുള്ള എല്ലാ പരിപാടികളും ഒരു വർഷം 2 വർഷം 3 വർഷത്തേക്ക് മാറ്റി വെച്ച് ഇതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സർവീസിൽ കയറാൻ പറ്റും. അതുമാത്രമല്ല നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട വിഷയം ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളാണ്. അതൊന്നും ഞാൻ ഓരോന്നോരോന്ന് പറയുന്നില്ല, അതൊക്കെ വ്യക്തമായി അറിഞ്ഞുകൊണ്ടാവും നിങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളും ആ സാഹചര്യം നിങ്ങൾ മനസ്സിൽ ഓർക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും കുറച്ച് കാലത്തേക്ക് മാറ്റി വെച്ച ശേഷം നിങ്ങളിതിൽ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ശ്രമിച്ചത് പുതിയതായി PSCയിലേക്ക് വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഇതിൽ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. ഇത്രയും കാര്യങ്ങളല്ല, ഞാൻ കുറച്ച് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്തതെന്ന് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.